Watch full episodes on Jio Hotstar. നമ്മുടെ എല്ലാ റോബോട്ട്സും തയ്യാറാണ്. മനുഷ്യരെ പോലെ ബുദ്ധിയും പെരുമാറാനും അറിയാത്തൊരു റോബോട്ടിനെ എന്റെ ഒരു ജോലിക്കും പ്രയോജനമുണ്ടാവുകയില്ല. നമ്മൾ പിന്നെ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും ഭൂമിയിലേക്ക് ചെന്ന് മനുഷ്യരുടെ ബുദ്ധികളും പെരുമാറ്റവും മോഷ്ടിച്ചു കൊണ്ടുവരണം. നിങ്ങൾ എന്നെ ഭൂമിയിലേക്ക് വിടുക. ഞാൻ എന്റെ ഈ പ്രത്യേക കണ്ണുകൊണ്ട് മനുഷ്യരുടെ ബുദ്ധിയും വികാരങ്ങളും മോഷ്ടിച്ചെടുത്ത് ഞാൻ ഈ റോബോട്ടുകളിൽ ചെലുത്തുന്നതാണ്. പിന്നെ എല്ലാ റോബോട്ടിനെയും എന്റെ അടിമകളാക്കി ഈ ഗാലക്സി മുഴുവനും ഞാൻ എന്റെ കൈക്കലാക്കും. ഓക്കേ ബോസ്. എന്നാ പെട്ടെന്ന് വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. വേഗം മനുഷ്യരുടെ വികാരവും ബുദ്ധിയും മോഷ്ടിക്കാം. നീ ഈ പവർ സ്റ്റോൺ എന്നിൽ കണക്ട് ചെയ്യൂ. ഓക്കേ ബോസ്. എന്റെ ജോലി കഴിഞ്ഞതും ഈ ലോക്കറ്റ് മുഖേന നിങ്ങൾക്ക് ഞാൻ സിഗ്നൽ തരാം. എന്നെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ആ ലൊക്കേഷനിലേക്ക് വരിക. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, നന്നായിട്ടുണ്ടല്ലോ. ആഹാ, പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിന്റെ ബുദ്ധിയും വികാരങ്ങളും. അല്ല, താങ്കൾക്ക് എന്താ പറ്റിയേ? ഇയാൾക്ക് എന്താ പറ്റിയത്? പെട്ടെന്ന് ഇയാളുടെ ബുദ്ധിയും വികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ. ആ പറഞ്ഞത് ശരിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവം ഇത് തന്നെയായിരിക്കും. അല്ല, ഇതൊക്കെ എന്താ പറ്റിയത്? നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. കമ്പ്യൂട്ടർ, വേദ സിറ്റിയിലുള്ള CCTV ക്യാമറയെ കണക്ട് ചെയ്ത് തരൂ. പ്ലീസ് ഈ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് തരൂ. ഓ, അപ്പൊ ഇതാണ് കാര്യം. ഒരു ഏലിയൻ വന്നിട്ട് വികാരങ്ങളെയും ബുദ്ധിയെയും മോഷ്ടിച്ചെടുക്കുകയാണ്. അപകടം, അപകടം, സ്കൂളിൽ ഒരു അപകടം. ഏലിയൻ സ്കൂളിലേക്കാണ് പോയിരിക്കുന്നത്. വരൂ. ഈ കുട്ടികളുടെ ബുദ്ധിയും വികാരങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് മുഴുവനും പിന്നെ എനിക്കാണ്. എനിക്ക് പാസ്, ബോൾ എനിക്ക് പാസ്. സൂപ്പർ. അവന്റെ വികാരം ഞാൻ എടുത്തിരിക്കുകയാണ്. ഇനി നിന്റെയും ഞാൻ എടുക്കട്ടെ.
പറഞ്ഞു ആ ഗണ്ണ് കയ്യിലെടുക്കാൻ. മര്യാദക്ക് ഇതിനെ കുറിച്ച് പറയേ. ഞാൻ പറയാം. അതിലൊരു ട്രിഗർ ഉണ്ട്. അതിൽ അമർത്തിയാൽ ഈ ഗണ്ണ് വികാരങ്ങൾ വലിച്ചെടുക്കും. ഇനി നീ എന്ത് ചെയ്യും? നീ ഇനി എങ്ങനെ രക്ഷപ്പെടും? എന്ത് പറ്റി? പവർ സ്റ്റോണിന്റെ മാല കാണുന്നില്ലല്ലോ. ഇല്ല, ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ആ ലോക്കറ്റ് ഇല്ലെങ്കിൽ എനിക്ക് UFOയെ വിളിക്കാൻ പറ്റില്ല. എനിക്കെങ്ങനെ തിരിച്ചു പോകാൻ സാധിക്കും? എങ്ങനെയെങ്കിലും ആ ചെറുക്കൻ്റെ അടുത്ത് ഡിവൈസ് മേടിച്ചേ പറ്റൂ. നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? തീർച്ചയായും ഡിവൈസ് വാങ്ങാനായിട്ട് തിരിച്ചു വരാതിരിക്കില്ല. നമുക്ക് ആ മലയുടെ അടുത്തേക്ക് പോയാലോ? UFO ഇറങ്ങുന്നത് യൂടി കണ്ടില്ല അവിടെ? ഗുഡ് ഐഡിയ രവ. അല്ല, ആദ്യം തന്നെ ഇവന് ഇമോഷൻ വളരെ കുറവായിരുന്നു. കേറിയിരിക്കും കൂട്ടുകാരാ. അല്ല, അയാൾ ഇവിടെ തന്നെ കാണുമോ? അല്ല, ഈ ഡിവൈസ് എന്തിനാണ് അയാൾ ഉപയോഗിക്കുന്നത്? ഇത് ചിലപ്പോ GPS-ന്റെയോ അല്ലെങ്കിൽ വല്ല കമ്മ്യൂണിക്കേഷന്റെയോ ആയിരിക്കാം ഡിവൈസ്. ബോസിന്റെ ജോലി തീർന്നും തോന്നുന്നു. ബോസ്, ഞങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ കിട്ടി. ഞങ്ങളിതാ വന്നോണ്ടിരിക്കുകയാണ്. ആ UFO ചിലപ്പോ ഈ വഴിക്ക് വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, നീ ഇവിടെ തന്നെ ഉണ്ടല്ലേ? മര്യാദയ്ക്ക് ആ പവർ ലോക്കറ്റിങ് തരൂ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് താമസിച്ചിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ലായിരുന്നു. ബോസ്, ഇമോഷൻസിന്റെ ഡേറ്റ ബാഗ് ആ ചെറുക്കൻ എടുത്തിരിക്കുന്നു. കണ്ടില്ലേ ഡേറ്റ? ഓ, ഇത് കാലിയാണല്ലോ. ആ ഇമോഷൻസ് ഒക്കെ എങ്ങോട്ടാ പോയത്? ശിവ, ആ ഏലിയൻ ഡേറ്റ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. ആ ഏലിയനെ ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചിട്ടേ അടങ്ങൂ. കുട്ടി വരുന്നുണ്ട്, പുകച്ചുകളാ. ഇനിയിപ്പോ എങ്ങനെ പിടിക്കുന്നേ? അടിപൊളി രവ, ടൈമിനാണല്ലോ നീ വന്നത്. എന്റെ അവസാനത്തെ തന്ത്രം പിടിച്ചു.
എന്തു പറ്റി യൂടി ഇതുവരെ ശരിയായില്ലല്ലോ? ഞാൻ ശരിയായി. Watch India's largest kids library only on Jio Hotstar. Download the app now.